Hi students, today we are going to study the subject Sustainable Engineering. We were discussing module 3. Till last class we studied about Environmental Management Standards, ISO 14001-2015 framework and its benefits, and some aspects on goal and scope of life cycle analysis. So we learned about life cycle analysis and its stages and its processes, etc. Now we are going to study about life cycle analysis. Okay, so the analysis of life cycle with an example. Okay. So we studied the definition of life cycle analysis in the previous sessions. Here we are considering an example. Okay, so we are considering two examples. One is wooden pencil and another one is mechanical pencil. We are going to analyze the life cycles of, we are finding the life cycle, goal and scopes of the wooden pencil versus mechanical pencil. So ഇതിൽ രണ്ടിലും ഏതാണ് ബെറ്റർ എന്ന് നമ്മൾ ലൈഫ് സൈക്കിൾ അനാലിസിസ് വെച്ച് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ലൈഫ് സൈക്കിൾ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനകത്തെ കുറേ പ്രോസസ്സുകളുണ്ട്. ഒരു വുഡൻ പെൻസിൽ മാനുഫാക്ചർ ചെയ്യുമ്പോഴും മെക്കാനിക്കൽ പെൻസിൽ മാനുഫാക്ചർ ചെയ്യുമ്പോഴും അതിനകത്ത് എന്തൊക്കെ കമ്പോണൻസ് വേണം, ഇനി അതിൻ്റെ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞ് ഉണ്ടാകുന്ന എമിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാനുഫാക്ചറിങ് പ്രോസസ്സിലൂടെയും പിന്നെ അതുപോലെ ഈ സാധനങ്ങൾ ഈ മെക്കാനിക്കൽ പെൻസിൽ വുഡൻ പെൻസിൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നാണ് ഈ ലൈഫ് സൈക്കിൾ അനാലിസിസ് ഈ ഒരു ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ്സ് കൺസിഡർ വുഡൻ പെൻസിൽ. ഓക്കെ, വുഡൻ പെൻസിലിൻ്റെ കേസിൽ നമുക്കറിയാം അത് മാനുഫാക്ചർ ചെയ്യാൻ മെയിനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീസ് ആണ്, വുഡ് വേണമല്ലോ. സോ ട്രീസ്, ഗ്രാഫൈറ്റ് ആൻഡ് ക്ലേ. ഗ്രാഫൈറ്റ് ആൻഡ് ക്ലേ ആണ് കമ്പൈൻ ചെയ്തിട്ടാണ് അതിൻ്റെ നീഡിൽ റെഡിയാക്കുന്നത് അല്ലേ. അതിനകത്ത് പെൻസിലിൻ്റെ പാർട്ട്, റൈറ്റിംഗ് പാർട്ട് റെഡിയാക്കുന്നത് ഗ്രാഫൈറ്റ് ആൻഡ് ക്ലേ ചേർത്തിട്ടാണ്. സോ ട്രീസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വുഡ് കേസ് റെഡിയാക്കുന്നു. ദെൻ ക്ലേ ആൻഡ് ഗ്രാഫൈറ്റ് കമ്പൈൻ ചെയ്തിട്ടാണ് ഗ്രാഫൈറ്റ്, പെൻസിലിൻ്റെ ഗ്രാഫൈറ്റ് റെഡിയാക്കുന്നത്. പിന്നെ അതുപോലെ 60% വാട്ടർ ഉണ്ട്, അതുപോലെ എനർജി. സോ ഇത്രയും കാര്യങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു വുഡൻ പെൻസിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇനി ഇത് മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെയും അല്ലെങ്കിൽ ഇതിനെ ഡിസ്പോസ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവാറുണ്ട്, 5 times കാർബൺ മോണോക്സൈഡ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഈ 5 times എന്ന് ഉദ്ദേശിച്ചത് മെക്കാനിക്കൽ പെൻസിലിൻ്റെ കേസിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു, അതിനേക്കാളും 5 times ആണ് വുഡൻ പെൻസിലിൻ്റെ കേസിൽ ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ 10% ഓർഗാനിക് പൊല്യൂട്ടൻസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ വുഡൻ പെൻസിലാണ്. സോ ഇത് നമ്മൾ ആവശ്യമില്ലാണ്ട്, അപ്പം ഇത് നമ്മൾ ഓരോ തവണയും ഷാർപ്പൺ ചെയ്യുമ്പോഴും വേസ്റ്റ് ഉണ്ടാവും അല്ലേ. സോ സോളിഡ് വേസ്റ്റ് ഉണ്ട്, അപ്പോൾ ലെസ് സോളിഡ് വേസ്റ്റ് ആണ് ആസ് കമ്പയർഡ് ടു മെക്കാനിക്കൽ പെൻസിൽ. പിന്നെ അതുപോലെ വുഡ് ചിപ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ ഓരോ തവണ ഷാർപ്പൺ ചെയ്ത് ജനറേറ്റ് ചെയ്ത് പോകുന്ന ആ പാർട്സിനാണ് വുഡ് ചിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് വുഡൻ പെൻസിലിൻ്റെ കേസിൽ. വെറസ് ഇൻ മെക്കാനിക്കൽ പെൻസിലിൻ്റെ കേസിൽ വരുമ്പം എന്തൊക്കെയാണ് കമ്പോണൻസ്, ഓയിൽ വേണ്ടി വരും, ഗ്രാഫൈറ്റ്, പ്ലാസ്റ്റിക്. ഓക്കെ, ഓയില്, ഗ്രാഫൈറ്റ്, പ്ലാസ്റ്റിക്. ഈ ഓയിൽ എന്തിനാണ്, പ്ലാസ്റ്റിക്കിൻ്റെ മാനുഫാക്ചറിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ അതുപോലെ ഈ ഗ്രാഫൈറ്റും അതിനകത്തെ അതിൻ്റെ ആ ഒരു നിബിനകത്ത്, വുഡൻ പെൻസിലിൻ്റെ നീഡിലിനകത്ത് ഗ്രാഫൈറ്റിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോമ്പിനേഷനായിട്ടാണ് വരുന്നത്. ആ ഒരു രീതിയിൽ അതിനെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ പ്ലാസ്റ്റിക്, ഗ്രാഫൈറ്റ്, മെറ്റൽ, വാട്ടർ, എനർജി, ഇത്രയും സാധനങ്ങളാണ് ഒരു മെക്കാനിക്കൽ പെൻസിൽ മാനുഫാക്ചർ ചെയ്യാൻ നമുക്ക് വേണ്ടുന്നത്. ഇനി ഈ മെക്കാനിക്കൽ പെൻസിൽ മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു, അതുപോലെ കാർബൺ മോണോക്സൈഡ് ജനറേറ്റ് ചെയ്യുന്നു. വെറസ് മെക്കാനിക്കൽ പെൻസിൽ മാനുഫാക്ചർ ചെയ്യുന്നതിനേക്കാൾ 5 times ആണ് വുഡൻ പെൻസിൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ കാർബൺ മോണോക്സൈഡ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇവിടെ ഓർഗാനിക് പൊല്യൂട്ടൻസ് ഉണ്ടാവും, പക്ഷേ ഏറ്റവും കുറവ് ഓർഗാനിക് പൊല്യൂട്ടൻസ് ഇവിടെ മാത്രമാണ്, വുഡൻ പെൻസിലാണ്. ഓക്കെ, പിന്നെ അതുപോലെ സോളിഡ് വേസ്റ്റ് കൂടുതൽ മെക്കാനിക്കൽ പെൻസിലാണ്. കാരണം എന്താണ്, ഈ മെക്കാനിക്കൽ പെൻസിലിനകത്ത് മെറ്റൽ പാർട്ടുകളും പ്ലാസ്റ്റിക് പാർട്ടുകളും ഉണ്ട്. ബട്ട് വുഡൻ പെൻസിലിൻ്റെ കേസിൽ എന്താണ് വേസ്റ്റ്, വുഡൻ ചിപ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ദ ലൈഫ് സൈക്കിൾസ്.
ഓക്കെ, അതായത് വുഡൻ പെൻസിലും മെക്കാനിക്കൽ പെൻസിലും മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി വരുന്ന കമ്പോണൻസ് ഇനി അത് മാനുഫാക്ചർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിന് ശേഷവും ഉണ്ടാകുന്ന ഇഫക്ട്സ് ഇൻ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഒന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം. സോ വുഡൻ കേസ്ഡ് പെൻസിലിൻ്റെ കേസിലാണ് പറയുമ്പം മെക്കാനിക്കൽ പെൻസിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പെൻസിലിനെ കമ്പയർ ചെയ്യുമ്പോൾ 4 times more റോ മെറ്റീരിയൽ കൺസപ്ഷൻ ഉണ്ട് വുഡൻ കേസിൽ. പിന്നെ അതുപോലെ സെയിം എനർജി കൺസപ്ഷൻ രണ്ടിടത്തും ഏകദേശം ഒരുപോലെയാണ്. പിന്നെ അതുപോലെ കാർബൺ മോണോക്സൈഡിൻ്റെ എമിഷൻ കൂടുതൽ 5 to 6 times more കാർബൺ എമിഷനാണ് ഇവിടെ. ഇനി മെക്കാനിക്കൽ പെൻസിലാണെന്നുണ്ടെങ്കിലോ, മെക്കാനിക്കൽ പെൻസിലിൻ്റെ കേസിൽ പ്രൈസ് ദ നോൺ റിന്യൂവബിൾ റിസോഴ്സ് മെറ്റീരിയൽസ്. ഓക്കെ, നോൺ റിന്യൂവബിൾ മെറ്റീരിയൽസ് വുഡൻ പെൻസിലിനെക്കാളിലും യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് പെൻസിലാണ്. അതുപോലെ 40% മോർ വാട്ടർ കൺസപ്ഷൻ കൂടുതൽ പ്ലാസ്റ്റിക് പെൻസിൽസിൻ്റെ കേസിലാണ്. ഇനി ഒരുപാട് നോൺ റിന്യൂവബിൾ എനർജി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ എന്താണ് 90% മോർ ഓർഗാനിക് പൊല്യൂട്ടൻസ്, ഏറ്റവും കൂടുതൽ ഓർഗാനിക് പൊല്യൂട്ടൻസ് എമിറ്റ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് പെൻസിലിൽ നിന്നാണ്. സോ നമ്മൾ ലാസ്റ്റ് സ്ലൈഡിലും കണ്ട കാര്യമാണ്. ദെൻ ഗ്രേറ്റ് വേസ്റ്റ് ആൻഡ് വാട്ടർ, സാധാരണ പ്ലാസ്റ്റിക്കും അതുപോലുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളും കൂടുതൽ ഇവിടെ ആയതുകൊണ്ട് വാട്ടർ പൊല്യൂഷനും അതുപോലെ വേസ്റ്റുകളും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പ്ലാസ്റ്റിക് പെൻസിലിലാണ്. ബട്ട് മോർ നെറ്റ് പ്രോസസ് സോളിഡ് വേസ്റ്റ്, അതുപോലെ സോളിഡ് വേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ സിഗ്നിഫിക്കൻ്റ്ലി ഹസാർഡസ് വേസ്റ്റാണ്. ഓക്കെ, സോ ബട്ട് ഒരു ഡിഫറൻസ് ഉണ്ട്. ഇത് ഓരോ തവണയും ഒരു മെക്കാനിക്കൽ പെൻസിൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇത് ഓരോ തവണയും ഉണ്ടാകുന്നത്. ബട്ട് ഈ വുഡൻ പെൻസിലിൻ്റെ കേസിൽ നമുക്ക് ഓരോ തവണ ഇത് ഓരോ വുഡൻ പെൻസിൽ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഇതുപോലെ ഉണ്ടാകുന്നുണ്ട്. ബട്ട് മെക്കാനിക്കൽ പെൻസിലിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് റീയൂസബിൾ ആണ്. ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇത് ഒറ്റ തവണ ഉള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്താണ് ഈ സാധനത്തിന് റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് നമ്മുടെ മനസ്സിലിരിക്കണം. ഓക്കെ, നമുക്ക് ലൈഫ് സൈക്കിൾ അനാലിസിസിൻ്റെ ഗോൾ ആൻഡ് സ്കോപ്പ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ഹിയർ വി ആർ കമ്പയറിംഗ് 2 റൈറ്റിംഗ് യൂട്ടൻസിൽസ് ഫ്രം ക്ലാസ് റൂം യൂസ്. അതായത് നമ്മുടെ 2 പെൻസിൽസ് അതിനെ കമ്പയർ ചെയ്യാൻ, നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് അതിനെ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതിൻ്റെ സ്കോപ്പ്, ഓരോന്നിൻ്റെയും വുഡൻ പെൻസിലിൻ്റെ സ്കോപ്പ് എന്താണ്, മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പെൻസിലിൻ്റെ സ്കോപ്പ് എന്താണെന്ന് നോക്കും. സോ ടീന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷനാണ്. സോ പ്രോസസ് ഫ്ലോ ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നമ്മൾ വുഡൻ പെൻസിലിൻ്റെ മാനുഫാക്ചറിന് നമുക്ക് ബ്രാസ് ആവശ്യമാണ്, അതുപോലെ പാക്കേജിംഗ് ഉണ്ട്, ഗ്രാഫൈറ്റ്, റബ്ബർ, ഇതെല്ലാം ട്രാൻസ്പോർട്ടേഷൻ ത്രൂ ആണ്. കാരണം ഇത് പലയിടത്തുനിന്ന് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് നമ്മളിത് മാനുഫാക്ചർ ചെയ്തിട്ട് റീറ്റെയിലേഴ്സിന് പോകുന്നു, പിന്നെ യൂസിന് പോകുന്നു, അതിനിടയ്ക്ക് ഷാർപ്പൻ ചെയ്യുന്നു. അതുപോലെ ഇതിനൊക്കെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ഉണ്ട്. അതുപോലെ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എൻഡ് ഓഫ് ലൈഫ്, അതായത് ലാൻഡ് ഫിൽസ്, സോളിഡ് വേസ്റ്റിലേക്ക് ജനറേറ്റ് ചെയ്യും. അതിന് റീയൂസബിൾ അല്ല. എന്താണ് വുഡൻ പെൻസിലിൻ്റെ പ്രത്യേകത? വുഡൻ പെൻസിൽ എന്ന് പറയുന്നത് റീയൂസബിൾ അല്ല. അതാണ് നമ്മൾ ഏറ്റവും ഓർത്തിരിക്കേണ്ട കാര്യം. ഇനി നമുക്ക് മെക്കാനിക്കൽ പെൻസിലിൻ്റെ സ്കോപ്പ് എന്ന് പറയുമ്പം മെക്കാനിക്കൽ പെൻസിലിനകത്ത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പെൻസിലിനകത്ത് പോളിഎഥിലീനുണ്ട്, പോളിപ്രൊപ്പലീനുണ്ട് അല്ലേ? രണ്ടും പ്ലാസ്റ്റിക് പോളിമേഴ്സാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ കേസിൽ നമുക്ക് എന്തൊക്കെയാണ്? സ്പ്രിങ്, പാക്കേജിങ്, ഇതിനകത്തൊരു സ്പ്രിങ് ഉണ്ട്, മെറ്റാലിക് സ്പ്രിങ് ഉണ്ട്, പാക്കേജിങ്, ഗ്രാഫൈറ്റ്, റബ്ബർ ഉണ്ട്. ഇത് പലയിടത്തുനിന്ന് വരുന്നതാണ്. റീറ്റെയിലർ, യൂസ്, എൻഡ് ഓഫ് ലൈൻ. ഇതേപോലെ തന്നെയാണ് മെക്കാനിക്കൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വുഡൻ പെൻസിലിൻ്റെ കേസിൽ നോക്കുകയാണ്. ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ സ്കോപ്പ് എന്ന് പറയുന്ന രണ്ടിന് ഏകദേശം സെയിം ആയിരിക്കും. ബട്ട് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് തമ്മിൽ? മെക്കാനിക്കൽ പെൻസിൽ റീയൂസബിൾ ആണ്. വൺ ടൈം ഇത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു വൺ ടൈം പ്രശ്നമാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മളിത് റീയൂസ് ചെയ്യുകയാണ്. ഉള്ളിൽ നമുക്ക് എന്താണ് ഗ്രാഫൈറ്റ് മാത്രമേ എക്സ്ട്രാ വേണ്ടി വരുന്നുള്ളൂ. സോ വുഡൻ പെൻസിൽ ഓരോ തവണ വുഡൻ പെൻസിൽ ഉപയോഗിക്കും തോറും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതോടെ നമ്മൾ ഒരുപാട് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് മെക്കാനിക്കൽ പെൻസിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പെൻസിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ്, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് വൺ ടൈമാണ്. ബിക്കോസ് പിന്നീട് നമ്മൾ കുറേ നാളത് റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അപ്പം നമുക്ക് കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10, 15 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ 2 വർഷത്തേക്കോ ഉള്ള നമ്മളുടെ വുഡൻ പെൻസിലിൻ്റെ യൂസേജ് ഒറ്റ മെക്കാനിക്കൽ പെൻസിലും കൊണ്ട് നമുക്ക് എന്താണ്
ഓവർകം ചെയ്യാൻ പറ്റും. സോ അപ്പോൾ നമ്മുടെ ഒരു ബെറ്റർ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എക്സ്റ്റെൻഡ് ദ ലൈഫ് ഓഫ് പ്ലാസ്റ്റിക് പെൻസിൽ ഈവൻ മോർ, ലാർജർ ഇറേസർ, മോർ ഗ്രാഫൈറ്റ് ഇൻക്ലൂഡഡ് എന്താണ്, ഹയർ ക്വാളിറ്റി, ഡിസ്കറേജ് മിസ്പ്ലേസ്മെൻറ്റ്. അതുപോലെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഇറ്റ് റെഡ്യൂസസ് വേസ്റ്റ് കുറയ്ക്കാൻ പറ്റും ആൻഡ് മിനിമൈസ് പാക്കേജിങ്. അപ്പം നമുക്ക് ഒരു ബെറ്റർ സൊല്യൂഷൻ എന്നുള്ളത് കുറച്ചും കൂടി നല്ല രീതിയിൽ പ്ലാസ്റ്റിക് പെൻസിൽ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വുഡൻ പെൻസിലിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു.